നമസ്കാരം. ഹിന്ദുമതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ഒരു ചോദ്യമുണ്ടല്ലേ, എന്തിനാണ് ഇത്രയധികം ദൈവങ്ങൾ? ഒറ്റനോട്ടത്തിൽ ഇതൊരു വലിയ ആശയക്കുഴപ്പം പോലെ തോന്നാം. പക്ഷേ ഈ വൈവിധ്യത്തിനു പിന്നിൽ വളരെ ലളിതവും അതേസമയം അതിമനോഹരവുമായ ഒരു തത്വമുണ്ട്. നമുക്ക് ഒരുമിച്ച് ആ രഹസ്യം എന്താണെന്ന് നോക്കാം. 33 കോടി. പലപ്പോഴും നമ്മൾ കേൾക്കുന്നൊരു സംഖ്യയാണിത്. പക്ഷേ ഇതൊരു യഥാർത്ഥ കണക്കാണോ? അതോ ഇതിനു പിന്നിൽ വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോ ശരിക്കുള്ള ചോദ്യം ഇതാണ്: നമ്മളീ കാണുന്ന വൈവിധ്യം പരസ്പരം ബന്ധമില്ലാത്ത ഒരുപാട് ദൈവങ്ങളുടെ ഒരു കൂട്ടമാണോ? അതോ ഇതെല്ലാം ചേർന്ന് ഒരൊറ്റ വലിയ സത്യത്തിലേക്കാണോ വിരൽ ചൂണ്ടുന്നത്? ഈ എല്ലാ ആശയക്കുഴപ്പങ്ങൾക്കും ഉത്തരം നൽകാൻ ഒരൊറ്റ വാചകം മതി. സത്യം ഒന്നാണ്, പക്ഷെ പേരുകൾ പലതുണ്ട്. സത്യം പറഞ്ഞാൽ ഹൈന്ദവ വിശ്വാസത്തിലെ ദൈവസങ്കല്പങ്ങളുടെയെല്ലാം താക്കോല് ഈ ഒരൊറ്റ ആശയത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ആ അടിസ്ഥാന സത്യത്തെയാണ് ബ്രഹ്മം എന്നു പറയുന്നത്. ശ്രദ്ധിക്കണം, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക ദൈവമല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും അടിസ്ഥാനമായ രൂപമില്ലാത്ത അനന്തമായ ഒരു ഊർജമാണ്. നമ്മളിലും നമുക്ക് ചുറ്റുമുള്ള സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ പരമമായ യാഥാർത്ഥ്യം. ഈ ആശയം ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഋഗ്വേദത്തില് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സത്യം ഒന്നേയുള്ളൂ. ജ്ഞാനികളതിനെ പല പേരുകളിൽ വിളിക്കുന്നു. ഹൈന്ദവ ദൈവസങ്കല്പത്തിന്റെ മുഴുവൻ രഹസ്യവും ഈ ഒരൊറ്റ വരിയില് ഒതുങ്ങുന്നുണ്ടെന്ന് പറയാം. ഇത് മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. ഒരൊറ്റ വെളുത്ത പ്രകാശരശ്മി ഒരു പ്രിസത്തിലൂടെ കടന്നുപോകുമ്പോൾ മഴവില്ലിലെ പല നിറങ്ങളായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണിതും. രൂപമില്ലാത്ത ആ ഒരേ ഒരു ബ്രഹ്മം എന്ന യാഥാർത്ഥ്യം സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ വേണ്ടി പല ദൈവങ്ങളായും ദേവതകളായും പ്രകടമാകുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു നോക്കാം: ബ്രഹ്മം എന്നത് ഒരു വലിയ സമുദ്രം പോലെയാണെന്ന് കരുതുക. അപ്പോൾ ഈ ദൈവങ്ങളോ? അവരെല്ലാം ആ സമുദ്രത്തിലെ ഓരോ തിരമാലകളാണ്. ഓരോ തിരമാലയ്ക്കും അതിൻ്റേതായ രൂപവും പേരുമൊക്കെ ഉണ്ടാകാം. പക്ഷേ അതിന്റെ എല്ലാം അടിസ്ഥാനം ആ ഒരൊറ്റ സമുദ്രം തന്നെയല്ലേ? ശരി, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എല്ലാം ഒരേ യാഥാർത്ഥ്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയധികം രൂപങ്ങൾ? അതിന് കൃത്യമായ ഒരു കാരണമുണ്ട്. ആ ഒരൊറ്റ ശക്തി പ്രപഞ്ചത്തിൽ പല ധർമ്മങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പറയുകയാണെങ്കിൽ പല ജോലികൾ ചെയ്യുന്നുണ്ട്. ആ ഓരോ ധർമ്മത്തെയും നമുക്ക് മനസ്സിലാക്കി തരാനാണ് ഓരോ രൂപവും നൽകിയിരിക്കുന്നത്. ഈ ധർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രമീകരണമാണ് ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത്. അതായത് പ്രപഞ്ചത്തിന്റെ 3 അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ. നമുക്ക് ആ 3 ധർമ്മങ്ങൾ നോക്കാം. ബ്രഹ്മാവ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ശക്തിയെ പ്രതിനിധീകരിക്കുന്നു. വിഷ്ണു അതിനെ പരിപാലിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു. ശിവനാകട്ടെ പഴയതിനെയും തിന്മകളെയും ഇല്ലാതാക്കി ഒരു പുതിയ തുടക്കത്തിന് വഴിയൊരുക്കുന്ന സംഹാരശക്തിയാണ്. പക്ഷെ ഓർക്കുക, ഇവർ 3 പേരും വെവ്വേറെയല്ല, ഒരേ പ്രപഞ്ചശക്തിയുടെ 3 ഭാവങ്ങൾ മാത്രമാണ്. ത്രിമൂർത്തികൾക്ക് പുറമെ മറ്റ് ദൈവങ്ങൾ നമുക്കെല്ലാം പ്രചോദനമാകുന്ന ഓരോ ഗുണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഉദാഹരണത്തിന്, സരസ്വതി അറിവിന്റെയും കലയുടെയും പ്രതീകമാണ്. ഹനുമാൻ ധൈര്യത്തിന്റെയും ഭക്തിയുടെയും ഒരു റോൾ മോഡലാണ്. അങ്ങനെ ഓരോ രൂപവും ഓരോ മഹത്തായ ആശയത്തെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു പ്രധാന ചോദ്യത്തിലേക്ക് വരാം. രൂപമില്ലാത്തതും അനന്തവുമായൊരു ശക്തിക്ക് എന്തിനാണ് നമ്മൾ മനുഷ്യർ ഒരു ഭൗതിക രൂപം കൊടുത്ത് ആരാധിക്കുന്നത്? അതെ, അതൊരു വളരെ നല്ല ചോദ്യമാണല്ലേ. അനന്തമായ ഒന്നിന് എന്തിനാണ് പരിമിതമായ ഒരു മുഖം കൊടുക്കുന്നത്? നമുക്കതിന്റെ മനഃശാസ്ത്രപരമായ വശമൊന്ന് നോക്കാം. ഇവിടെയാണ് മൂർത്തി എന്ന ആശയത്തിന്റെ പ്രസക്തി. ഒരു മൂർത്തി എന്ന് പറയുന്നത് വെറുമൊരു പ്രതിമയോ വിഗ്രഹമോ അല്ല. അതിനപ്പുറം രൂപമില്ലാത്ത ആ വലിയ ശക്തിയിലേക്ക് നമ്മുടെ മനസ്സിനെ ഒരു ലേസർ രശ്മി പോലെ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഒരു ആത്മീയ ഉപകരണമാണത്. ഇങ്ങനെ ചിന്തിച്ചാൽ വളരെ എളുപ്പമാണ്. ദൂരെയുള്ള നക്ഷത്രങ്ങളെ കാണാൻ നമുക്ക് ടെലിസ്കോപ്പ് വേണം. വളരെ ചെറിയ കോശങ്ങളെ കാണാൻ മൈക്രോസ്കോപ്പ് വേണം. അതേപോലെ നമ്മുടെ സാധാരണ ഇന്ദ്രിയങ്ങൾക്കതീതമായ ആ ദൈവിക ശക്തിയെ അനുഭവിക്കാൻ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് മൂർത്തി. ഇത് വളരെ മനോഹരമായ ഇഷ്ടദേവത എന്ന സങ്കല്പത്തിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. അതായത് ഓരോ വ്യക്തിക്കും അവരുടെ മനസ്സിനും ഹൃദയത്തിനും ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു രൂപത്തെ തിരഞ്ഞെടുത്ത് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇത് ഓരോരുത്തരുടെയും ആത്മീയ യാത്രയെ കൂടുതൽ വ്യക്തിപരവും ശക്തവുമാക്കി മാറ്റുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി നോക്കിയാലോ?
ഈ പല ദൈവങ്ങൾ എന്ന ആശയത്തെ നമുക്ക് എങ്ങനെയെല്ലാം സമീപിക്കാമെന്ന് നോക്കാം. തത്വശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരേ ബ്രഹ്മത്തിന്റെ പല ഭാവങ്ങളാണ്. മനഃശാസ്ത്രപരമായി നോക്കിയാൽ ഇവ നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള ഉപകരണങ്ങളാണ്. സാമൂഹികമായി ഓരോ ദൈവവും ഓരോ മൂല്യത്തിന്റെ മാതൃകയായി മാറുന്നു. ഇനി പ്രപഞ്ചശാസ്ത്രപരമായി ചിന്തിച്ചാലോ, പ്രപഞ്ചത്തിലെ അടിസ്ഥാന നിയമങ്ങളെയാണ് ഈ ഓരോ രൂപങ്ങളും പ്രതിനിധീകരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഓരോ മനുഷ്യനും ആ പരമമായ സത്യത്തിലേക്കെത്താൻ അവരവരുടേതായ സവിശേഷമായ ഒരു വഴി ആവശ്യമാണ്. ആ വൈവിധ്യത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണിത്. അപ്പോൾ നമ്മൾ തുടങ്ങിയ അതേ ചോദ്യത്തിലേക്ക് തിരികെ വരാം. ഒരുപക്ഷെ ഈ എണ്ണമറ്റ ദൈവങ്ങളും ആരാധനാരീതികളും ഒരു ആശയക്കുഴപ്പമല്ലെങ്കിലോ, മറിച്ച് ഒരേ ഒരു പരമമായ സത്യത്തിലേക്കെത്താൻ അനന്തമായ വഴികളുണ്ടെന്ന മഹത്തായ ആശയത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണെങ്കിലോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.